നമസ്കാരം, ഞങ്ങാനെങ്ങയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങാനെങ്ങ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്താണ്. ഈ ഭാഷ തപ്പി നടന്നിട്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല. പണിക്ക് പോയാലേ ചോറ് തന്നാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പണിയെടുക്കാൻ തീരുമാനിച്ച് കൃഷിപ്പണി തന്നെ വിടൂല. എവിടെ പോയി കിടക്കണ്ട? എത്ര സമയമായി? ഈ എവിടെയാ? എപ്പോഴാ പണിക്ക് വരുന്നത്? എന്താ ചളി ആദ്യമായിട്ട് കാണുന്ന മാതിരി? ചളി ഒന്നും കണ്ടിട്ടില്ല. എന്താ പുയ്ക്കറി ഉണ്ടോ? പുയ്ക്കറി ഉണ്ടോ? നിങ്ങൾ ചളി കാണുമ്പോ ഇങ്ങനെ പണിക്ക് വന്നല്ലേ? കൈക്കോട്ടൊന്നും കാണില്ല. അതെന്താ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഇതാ പണിക്ക് വരല്? പുയ്ക്കറി ഉണ്ടോന്ന്? ഇത് കാര്യം ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്യാല്ല. തൽക്കാലം നിൽക്കി കുറച്ച് നമുക്ക് അവിടെ പറമ്പ് പോയി കുറച്ച് പണിയെടുക്കാണ്ട് അത് ചെയ്യാം. പുയ്ക്കും കഞ്ഞിയൊക്കെ പുയ്ക്കൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് പണിയുണ്ട്. അത് ചെയ്യാം. തൽക്കാലം ഇവിടെ കുത്തിരിക്കും. അതിന്റെ മുക്കാലും കുറയട്ടോ. വൈകുന്നേരം ആകുമ്പോൾ എപ്പോഴെങ്കിലും വന്നാൽ ഗവൺമെന്റ് ഓഫീസിൽ പണിയുള്ള തോന്നിയ സമയത്ത് കയറി എന്നാൽ എടുക്കുന്ന പണിയല്ല അത്. അതിന്റെ മുക്കാലും കുറയും. അവിടെ കുത്തിരി അവിടെ കുത്തിരി. അല്ല, തീരെ മാച്ച് ചെയ്യാത്ത രണ്ട് സാധനം പറഞ്ഞല്ലോ, ബുക്കും കഞ്ഞി. പുഴുക്കാണ് ശരിക്കും അതിന് പോലെ. അവിടുത്തെ നിര്യാണി ഇതരേ പണിയെടുത്ത് രാവിലെ പണിയായി. അത് ഇത് എത്ര വലിപ്പുണ്ടാവുക എനിക്ക്? അതെ, നിര്യാണി. ഞാൻ കാലിന്റെ നിര്യാണി ഇവിടെ കാലിന്റെ ഈ ഭാഗത്തിന് പറയാം നിര്യാണി. അതിന് ഭയങ്കര വേദന. രാവിലെ തുടങ്ങിയ പണിയാണ്. നിങ്ങൾ ഇപ്പോഴല്ല വന്നത്. അല്ല, രാവിലെ തുടങ്ങിയ പണി നമ്മളെ. ഞാൻ ബസ് കിട്ടാനേ നേരം പോയി. എന്നാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? പണിക്കാരൊക്കെയല്ല. കാരണം വൈകുന്നേരം മറ്റേ വാങ്ങി പോകാലോ. പണിക്ക് വരികയും ചെയ്യും എന്തായാലും. കാരണം വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാല് കഴിഞ്ഞ് സമയമായിട്ട് പോകും. അതാണ് ആൾക്കാരാണ് പണിയെടുക്കേനി. വായക്കന്നൊക്കെ തോന്നുണ്ടായി. നാക്ക് പോയല്ലോ. നിങ്ങൾ എവിടെ 2 ദിവസം മുമ്പേ? 2 ദിവസം മുമ്പ് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ. പൊരയുണ്ടോ നോക്കട്ടെ. അതല്ല, ഇപ്പൊ പൂളകൃഷി മാറി വാഴകൃഷിയിലേക്ക് പറഞ്ഞ എന്താ? വായക്കൃഷി പൂളയൊക്കെ നമ്മളീ തൊരോ മാന്തിട്ട് മുച്ചോടും നശിച്ചു പോയി. ഒരു വസ്തുനും പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം വായക്കാട് തിരിഞ്ഞ വായക്കും വില കുറവാപ്പോ. കന്ന് പറഞ്ഞാല് പശു അല്ലേ? അല്ലല്ലോ, വാഴക്കന്ന്. വാഴന്റെ ഇതിനാണ് കന്നെന്ന് അറിയാം. ആലപ്പുഴ ഭാഗത്തൊക്കെ കന്ന് പറഞ്ഞാല് പശുവിനാ. ഇത് ആലപ്പുഴ അല്ലല്ലോ. അത് ആലപ്പുഴയല്ല, ചാത്തമംഗലം. ഇവിടെ ഇതാണ് കന്ന്. നമ്മൾ ചാത്തമംഗലത്തെ കന്നെന്ന് പറയാം. വാഴന്റെ പിന്നെ എന്താ പറയാ, മുച്ചൂടും. തോനുണ്ടായിനി ഒക്കെ പോയി. തോനെ അധികം ഉണ്ടായിരുന്നു. അതിന് മുച്ചൂട് അങ്ങനെ പോയി. മുച്ചൂട് എന്ന് പറഞ്ഞാൽ എന്താ? മുച്ചൂട് പറഞ്ഞാൽ അടിഭാഗാണോ? മുഴുവനായിട്ട് പോയി. മുഴുവൻ പറയാൻ പറ്റൂല. ചാത്തങ്ങാത്തൊക്കെ അങ്ങനെ പറയാം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം. മുഴുവൻ. ആയിക്കോട്ടെ. പിന്നെ എന്താ പറഞ്ഞു, പൂളാന്നോ? പൂളാന്നൊന്നും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ആ ഭാഗത്ത് നിന്ന് റബ്ബ കിട്ടും ചെള്ളത്തിൽ. നമ്മളിപ്പോ ഇവിടെ എന്താ ശരിക്കും പൂളാന്ന് തന്നെ മരച്ചീനി. പിന്നെ ഈ പറയോ അങ്ങനെ ഒരു വാക്കുണ്ട്? അല്ല, ഇവിടെ അങ്ങനെ പറയല്ലോ. ഇവിടെ പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല. ആണോ? അങ്ങനെ പൂളൊക്കെ കൃഷി എങ്ങനെയാ നശിച്ചു പോയത്? തറ കിട്ടുന്ന ആളെ വരാം. വലിയ എലി തൊലപ്പേ. കപ്പയൊക്കെ തിന്ന് പോയിക്കാളാ. അടിയിൽ കൂടെ മാന്തു. കൂടത്തിന്റെ ഇടയിൽ കൂടെ കൂടത്തിന്റെ ഇടയിൽ കൂടെ മാന്തിയിട്ട് ചെല്ലും. എന്നിട്ട് കൂടെ തിന്നിട്ട് ഓനായിട്ട് പോകും. അതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോ പറിച്ചു നോക്കുമ്പോ അതാണ് ശശി, ഇയാളെ എടുത്താൽ ഇയാൾക്ക് ഒരു പിണ്ണാക്കം അറിയില്ലല്ലോ. പണിയെടുക്കാനൊന്നും അറിയില്ല. ഇയാൾ എന്തിനു വിളിച്ചിക്കാ? നേരം വെക്കാനോ? പിണ്ണാക്ക് ഞാൻ പയ്യന് കുട്ടിയാ. പിണ്ണാക്കുന്ന പശുവിന് കൊടുക്കുന്ന ആഹാരം. പിന്നെ പിണ്ണാക്കിന്റെ വർത്തമാനം പറഞ്ഞൂടെ? ഇത് വെറും വിടലിന്റെ ആളാണ്. വെറും വിടൽ. ഇത് നമുക്ക് അറിയാം. വിടലുകാരനാണ്. എനിക്കറിയാം. വിടൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാർ വിടൽ എന്ന് പറയും. മറ്റുള്ള എല്ലാ സംസാരിക്കുന്നത് ബഡായി. അതിനാണ് കോഴിക്കോട്ടുകാരെ മാത്രം പറഞ്ഞാൽ വിടൽ. പിന്നെ പിണ്ണാക്കിന് പറഞ്ഞാൽ എന്തിനാണ്? ഞാൻ വന്നോടെ തന്നെ അതിക്ക് മനസ്സിലായില്ല. അത് ഞാൻ നേരെ വൈകിട്ട് നിങ്ങൾ വരുന്ന നേരെ വൈകിട്ട് അതിന് പിണ്ണാക്കാൻ നിൽക്കില്ല. പിണ്ണാക്കിന്റെ എന്താ അതിന്റെ ഉദ്ദേശിച്ചത്? പറഞ്ഞ 10ാമത്തിലേക്ക് മനസ്സിലായിട്ടാ ഒന്നും കൊള്ളൂലെന്ന്. ഒന്നിനും കൊള്ളാത്ത ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. തൊടിയില് വിളിക്കണ്ട്. അപ്പൊ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കന്നാ ചോദിച്ചത്? കന്നാണോ? നീന്തറക്കാന്നാ വേണ്ടി. നോക്കട്ടെ കേട്ടോ. അവിടെ വീട് പുറയിൽ വെച്ച് നോക്കട്ടെ. നീന്ത്രവായക്ക് നമ്മളെ വലിയ പഴത്തിന് അല്ല, ആ നീന്ത്രപ്പഴം. നേന്ത്രപ്പഴം അല്ല, വായന്റെ മൊത്തം ഈ സാധനല്ല. വായല്ല ചേട്ടാ, വാഴ.
അതിന്റെ ഒറ്റത്താണ് നമ്മൾ കന്ന് കന്ന് പറയുന്നത് നേന്ത്രക്കന്ന്. അതൊക്കെ മനസ്സിലായി. പക്ഷേ നേന്ത്രക്കന്ന് ഇയാളെ വെറുതെ മെനക്കടിക്കണ്ട. ഇയാളിലേക്ക് പൈസ തരുന്നത്. ഇയാളെ വെറുതെ മെനക്കടിച്ചിട്ട് കാര്യമില്ല. എന്നാലേ ആ കുളിപ്പ് പോയി കുത്തിരിക്ക് കുറച്ചേരം ആ കുത്തിരി ഇതുവരെ കുളിപ്പിൽ ആ കുത്തിന്നോളി കുറച്ചേരം. മൂപ്പര മടിയിലോ? അല്ലല്ല കുളിപ്പെന്താ? കുളിപ്പ് തന്നെ തള്ള ഇതുവരെ ആള് നിക്കല്ലോ, പണി നടത്തില്ലല്ലോ. ആ ഇല്ല, എന്നാ കുളിപ്പിനാൾ ഇരുന്നോളി, കുതിർന്നോളി. ഈ കുളിപ്പ് തണലിന്റെ പറയാ, തണലില് കുളിപ്പ് ആയിരുന്നോളി തൽക്കാലം. എന്നിട്ട് ആടുന്ന് പടവിട്ടോളി കേട്ടാ, അവിടെ പടവിട്ടോളി. എന്ത് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും വിചാരിക്കണ്ട. എന്റെ കൂലി അറിയാലോ, 1000 ഉറുപ്പിയും വെച്ചില് വെച്ച് 1 ഉറുപ്പിയ വേറി. അവസാനം പറഞ്ഞു ഒരു ഉറുപ്പ്യ ഞങ്ങളെ പിണ്ണാക്കേന്ന് വിളിക്കും ചെയ്യാം. ഈ ബടായി വിടുന്നതിനോ പൈസ? ഏത് 1100 തുടങ്ങാൻ പോവുകയാണ്. എപ്പം തുടങ്ങാൻ പോവാ? അല്ലാതെ ഞങ്ങളൊക്കെ നിർത്തുക. എന്തിന് പേടിച്ചോണ്ടാ ഞാൻ വന്നപ്പോ? ഇതെന്താ കൈക്കോട്ടോ? ഇത് നിച്ചല്ലേ താടി വലിപ്പം കൂടി വന്നിട്ട് ഇത് നിച്ചല്ല. ശശി വെറും വിടലായി നടക്കുക. അല്ല 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 റിസ്കി വന്നിട്ട് നിച്ചല്ല. ഇത് എന്താ സാധനം? ഒരു കൊത്തു ഒത്തട്ട റിസ്കി വന്നപ്പോ കൃഷി പണിക്ക് വന്നപ്പോ സമയത്ത് എന്ത് പണിക്ക്? കൃഷി പണിക്ക് ഞാൻ കൃഷിക്കാ വന്ന, കൃഷിക്കല്ല. സംഗതി മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു മൂക്ക് പറഞ്ഞാൽ ശ്വാസം പോയാൽ മതി, അത് ആവശ്യമുള്ളൂ. എന്ത് മൂക്ക് പറഞ്ഞാൽ ശ്വാസം പോയാൽ മതി. മൂക്കെന്താ കോയലോ? അതുപോലെ മനസ്സിലായില്ലേ? അതെന്താ സാധനം? മൂക്ക് പറഞ്ഞാൽ ശ്വാസം പോയാൽ മതി. എങ്ങനെയാണ് ഇത് പരിപാടി? അല്ല ഞാൻ പറഞ്ഞ കഥ മനസ്സിലാക്കുന്നല്ലോ. കൃഷിയോ എന്താണെന്ന്. അല്ല അതൊക്കെ ജീവിതത്തിലെടുക്ക ആദ്യമായിട്ട് ഒരു വാക്കാണ്. മൂക്ക് വളഞ്ഞാല് പല്ല് പോയാൽ മതി, ശ്വാസം പോയാൽ മതി. അതെന്താ സംഭവം? ശ്വാസം പോയാൽ കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഈ മനസ്സിലാക്കിയ എന്താണ്? വർത്താനം വേണ്ട, പറഞ്ഞത് മനസ്സിലാക്കിയാൽ അതിനാണ് പറഞ്ഞത്. മൂക്ക് വളഞ്ഞാലും ശ്വാസം പോയാൽ മതി. ലേശം കുഴപ്പമില്ല. അല്ല നമ്മൾ വൈകുന്നേരം എന്നാലേ പണി കഴിഞ്ഞ് അവിടെ നമുക്ക് പറമ്പ് കുറച്ച് വേണ്ട, വേണോ നോക്കാം. അവിടെ നോക്കിയിട്ട് സൗകര്യം പോലെ ചെയ്യാം. നിങ്ങൾക്ക് പിടിയല്ലാത്ത ഞങ്ങൾ വിട്ടോളി. വൈകുന്നേരം കാണാൻ നമുക്ക് കേട്ടോ. നമ്മളങ്ങോട്ട് പോകും. നമുക്ക് പണി വീട്ടിലേക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ശരി, അങ്ങോട്ട് പോവാം. കാണാൻ പോകും വൈകുന്നേരം. ഓക്കെ. ഗംഭീര പുഴയാണല്ലേ? പുഴയാകെ കൊളായി പോയിന്ന്. അതെങ്ങനെയാണ് ഇതിങ്ങനെ മണല് വാരി മുഴുവൻ? അല്ല അതല്ല, അതെങ്ങനെ പുഴ കൊളാകുക? പുഴ കൊളായി കണ്ടില്ലേ? ഇപ്പൊ പുഴന്റെ കോലാപ്പ നാട്ട് പോയിക്കോട്ടെ. അതിന്റെ ഏരിയല്ലേ അത്? ചെക്കനെന്താ മണ്ടലിനെ തച്ചുമല്ലോ? ആഫ്രിക്കക്കാര് വിവരം അറിയിക്കൂ. എന്താ മണ്ടലിയോ? മണ്ടലി ആരാ? ഈ പുഴയിൽ കൂടെ എങ്ങനെ ഏഞ്ഞു പോണ ഒരു ജീവിണ്ട് മണ്ടലി. അതാണ് ആ വിഷമില്ലാത്ത സാധനം. ആ വിഷമില്ലാത്ത സാധനം. അതിന് വേറെ പേരത് മണ്ടലി എന്ന് ഇവിടെ പറയാ. അതിന് ശരിക്കുള്ള പേരെ തരുമോ? നീർക്കോലിയോ? അതിന്റെ ഏരിയാണ്. അതിനെ കളയണ്ട മോനെ. നോക്ക് വൈക്കൽ ചുവ അങ്ങോട്ട് കേറിക്ക്. വൈക്കൽ ചുവണ്ട് വൈക്കൽ ചൂണ് കേട്ടോ. ബസ്സൊക്കെ ഇതിനെക്കാട്ടി എളുപ്പത്തിൽ തിരിച്ചെടുക്കാം. ഇത് നോക്കി നിങ്ങള് പോയതിന്റെ ഒരു കോലം കണ്ടില്ലേ? മുഴുവൻ നാശേക്കര കുപ്പി. ഇത് കോഴിത്തൊപ്പ അടക്കമുള്ള വേസ്റ്റ്. കോഴിത്തൊപ്പ അവിടെ അങ്ങോട്ട് പോണ്ടോ. അട്ട് ആണ്ട് പോവും വെള്ളത്തിലേക്ക്. ആണ്ട് പോവും. വേണ്ടതാ അവിടെ നീറായൊക്കെ കൂടുന്ന സ്ഥലമാട്ടോ. അത് അങ്ങോട്ട് കൂടുതൽ ഇറങ്ങണ്ട. നീറായൊക്കെ ഉണ്ടാവും. ഈ ഒരു നീറായടാന്ന് പറയും ചിലവരുടെ ദേഷ്യം ഉണ്ടെങ്കിൽ. അല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എരാവിരാന്ന് പറഞ്ഞില്ല? എന്താ സാറോ? അതതിന്റെ എരയല്ല, അത് തിന്നുന്ന സാധനം. ഭക്ഷണം. അതിന്റെ ഭക്ഷണമാണ് ഭക്ഷണം. അതിന് എരാന്നല്ല പറയാ. പിന്നെ കൊങ്ങവെള്ളം ഉണ്ടായല്ലോ ഇവിടെ. കൊങ്ങവെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നായിട്ട് അറിയും. റെയിൽവേ കൊങ്കവെള്ളം അല്ല, ഇവിടെ ഞങ്ങൾ അങ്ങനെ അറിയാം. അതെന്താണെന്നറിയാം? മഴക്കാലത്ത് വെള്ളം പുഴ മുഴുവൻ നിറഞ്ഞിട്ട് ഇങ്ങോട്ട് പറമ്പിലേക്കൊക്കെ കയറും. പറമ്പിലേക്ക് കയറിയിട്ട് എല്ലാ ഇവിടെ വല്ല കോയൊക്കെ അടുത്ത പറമ്പിലേക്കൊക്കെ പറമ്പിൽ വയലൊക്കെ നിറയും. അതിന്റെ പേരാണ് കൊങ്ങവെള്ളം വരികയെന്നാ പറയാ. ഞങ്ങൾ പറയാം കൊങ്ങവെള്ളം വരിക. കൊങ്ങവെള്ളം.
നല്ലൊരു പയ്യത്തും അങ്ങോട്ട് വേണ്ട പയ്യൂത്ത് പയ്യന്റെ പെന്നായിട്ട് എടുക്കുന്ന ആളാ വല്ല വൈ കുത്തുക നല്ല കുത്തുള്ള കൊമ്പ് കേട്ടോ ഓർത്തെടുക്കുന്ന കൊമ്പ് കേട്ടോ നല്ല ഇന നല്ല ഇന അയ്യോ കൊറേ തേങ്ങ വീട് എടുക്കണ ഇതൊന്നും എടുത്ത് വീട്ടിൽ കൊണ്ടുപോയില്ല അതൊക്കെ മണ്ടില്ല. ഇതൊക്കെ മച്ചിയാണ് കുറെ ഉമ്മന്തൊണ്ടും ഒക്കെയാണ്. ഉമ്മന്തൊണ്ടുണ്ട് മച്ചിണ്ട് ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. മച്ചി പിന്നെ ഒരു ഇത് അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. ഉമ്മൻ കൊണ്ട് പറഞ്ഞാല് ഉമ്മന്തൊണ്ട് പറഞ്ഞാലേ ഉമ്മൻകൊത്ത് പറഞ്ഞൊരു ഒരു കിളി വന്നിട്ട് കളിയാണോ കളിയാ? അല്ല ഉമ്മൻകൊത്ത് ഉമ്മൻകൊത്ത് പറഞ്ഞ ഒരു കിളി വന്നിട്ട് തുളച്ചിട്ടേ അങ്ങനെ ഉമ്മൻ കൊത്തി അതാണ് ഉമ്മൻകൊത്ത്. അതിന്റെ വെള്ളമൊക്കെ എടുത്ത് താഴെ വിടും. അതാണ് ഉമ്മൻകൊത്ത്. കണ്ടാ തേങ്ങയിട്ട് കൊടുക്കും. കണ്ടാ തേങ്ങ കിടക്കുകയും ചെയ്യും. ഒന്നിനും പറ്റില്ല. അതാണ് കണ്ടില്ല കണ്ടമാനം കിടക്കുന്നത്. അവനെ ബാക്കി പോരാത്ത വണ്ടരി എല്ലാം കൂടി മണ്ടലി കറക്കുന്ന ഒരു പയ്യ ഉണ്ടായില്ലോ. എന്താ പോയി അതിനെ കൊടുത്താൽ കറക്കുന്ന ഇതാണ് വേറെ ഒന്നും ഉണ്ടായിരുന്നു. അത് മച്ചിയേനു ശരി മച്ചേനല്ലേ കൊടുത്തു. അതൊരു ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഇപ്പൊ ഞാനിപ്പോ ആൾക്കൊരു പെന്ന് കൊടുത്താൽ അത് കൊടുത്തു, ഒരു ബുക്ക് കൊടുത്താൽ കൊടുത്തു. പക്ഷെ പശുവിനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ പശുവിനെ വിറ്റു എന്നാണ്. പിന്നെ മച്ചി എന്ന് പറഞ്ഞാൽ അല്ലല്ല പെറാത്ത പൈക്കാണ് മച്ചി എന്ന് പറയാം. അപ്പൊ ഇത്ര തേങ്ങയ്ക്കും പറയും പെറാത്ത പയ്യനും പറയും. പറയും അതെന്താ ഈ തേങ്ങ പിന്നെ കുഴിച്ചിട്ടാതൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു തേങ്ങ ആയിരിക്കും. അതാണ് അതിന് മച്ചി എന്ന് പറയുന്നത്. ശേഷിയില്ലാത്ത അതിനാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. മൃഗങ്ങളെയും ഈ ഇതിനൊക്കെ പറ്റി പറയുമ്പോ അങ്ങനെ പറയും. അല്ല ഒരു ഇളഞ്ഞി ചെറുതാന്ന് ആയില്ല പാറിക്കൂടി ഇല്ലാന്നു പാറിക്കൂടിയില്ല. പിന്നെ വെറുതെ അതിനൊന്നും നടക്കണ്ട. ഇളഞ്ഞി താമസാക്കുക. പാറിക്കൂട് പറഞ്ഞാ പാറിക്കൂടാന്ന് പറഞ്ഞാലേ അതിന്റെ അത് കാമ്പൊന്നും വെച്ചിണ്ടാവില്ല. കാമ്പ് വെക്കാത്തതിനാണ് പാറിക്കൂട. ഇത് വല്ലാത്തൊരു കുടുക്കായിപ്പല്ല. ഒരു പണിക്ക് വിളിച്ചിട്ട് മനസ്സിന് ഗതികേടിന്റെ അല്ല എന്തൊക്കെയാ വേണ്ട ഇളന്നിയോ തേങ്ങയോ ഇങ്ങോട്ട് വരി. ഞാൻ എന്താ കുടുക്കെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഷർട്ട് ഇട്ടില്ലല്ലോ. പിന്നെ കുടുക്കതിൽ വലിയ കുടുക്കുണ്ടോ? എന്തെങ്കിലും പണിക്ക് വന്നാൽ ഇളന്നി വേണം. ഏത് പല കുടുക്കുണ്ട്. ഒന്ന് ഷർട്ടിന്റെ കുടുക്ക്, പിന്നെ ഒരു കയറ് കെട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ വലിക്കുമ്പോണ്ട് ഒരു കുടുക്ക്. പിന്നെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അത് പറഞ്ഞ ആലോചിച്ചറിഞ്ഞൂടെ? ബുദ്ധിമുട്ടിനാണ് ഞാനതാണ് കുടുക്കിന് പല അർത്ഥങ്ങളും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിച്ചത് ഏത് മുട്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ല. സ്വന്തം തന്നെ ബുദ്ധിമുട്ടാക്കല് അത് തന്നെ കുടുക്ക് പുഴുക്കവിടില്ലേ നോക്കാം. പിന്നെ എന്താ പറഞ്ഞ ഒരു അംഗം കുറിച്ച മാതിരി പോരെന്ന് പറഞ്ഞാൽ പിന്നാലെ കൊണ്ട് കച്ചറിട്ടാക്കുന്ന ആളല്ലേ. പിന്നെ എന്താ പോര് നടക്കി നടക്കി. ഞാനൊരാളെ കണ്ടിട്ടുണ്ട്. അയാളുടെ ഷർട്ടിന്റെ നിറമെന്തെന്നു പറയാൻ പറ്റുമോ? മഞ്ഞ. ഞാനൊരാളെ കണ്ടിട്ടുണ്ട്. അയാളുടെ ഷർട്ടിന്റെ നിറം ഇതല്ലേ വീട് അല്ലേ ശശിയേട്ടാ? പുഴുക്ക് തലക്കായിക്കോട്ടെ ഇറയപ്പുറത്തുണ്ട്. പിന്നെ ഇതാടെ വെച്ചിട്ട് മറ്റേ എടുക്കുക. അന്നത്തെ മാതിരി അവിടെ ഇട്ട് പോരരുത്. എനിക്ക് പിന്നെ തെരഞ്ഞു നടക്കാനാവില്ല. അവിടെ ഇറയപ്പുറം. ഈ ഇതിന്റെ കൈക്കോട്ടിന്റെ പേര് എന്ത് പറഞ്ഞു? ഏത് ഇതിന്റെ പേര് പടുത്ത കൈക്കോട്ട്, തലക്കായിക്കോട്ടെ. ഇതിനും ഉണ്ടല്ലോ 2-3 വിഭാഗം. അത് ആ പടുത്ത കൈക്കോട്ട് എവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞു? ഇറയപ്പുറത്ത്. പോരന്റെ വയ്യിലാണ് പറയാ. എറയപ്പുറത്ത്. ആയിക്കോട്ടെ. മറന്നല്ലേ? എന്റെ പൊയ്ക്ക് പോയിക്ക് അത് മാത്രമല്ല ഇപ്പൊ നടന്നുള്ളൂ. കാര്യമായിട്ട് പിന്നല് മാത്രം. എന്താ മക്കളെ എന്ത് കളിയാ കളിക്കണേ? അതാരാ? അട്ടത്തൊരാള്. ഞാനൊരാളെ കണ്ടിട്ടുണ്ട്. അയാളുടെ ഷർട്ടിന്റെ നിറം എന്തെന്നു പറയാൻ പറ്റുമോ? കറുപ്പ്. അല്ല ഈ വെള്ളം തന്നോ? ഒന്ന് കുലുക്കു ചെയ്യണ്ടേ? അത് വേണ്ട. ഞാനോ ആ തൂത്താള എന്നിട്ട് വേറെ വെള്ളം കൊണ്ട് കൊടുക്കും. കുലുക്കു ചെയ്യാനേ തൊള്ളയിൽ വെള്ളം കൊണ്ടുപോയിട്ട് എന്താ അതിലുള്ള വെള്ളം തൂത്താളാൻ പറഞ്ഞില്ല. തൂത്തോളി അല്ല ആ കിണറിൽ പൂച്ച വേണം മുക്കി വെക്കാൻ ആൾ കിട്ടിയോ? ഇല്ല, വരാന്ന് പറഞ്ഞാണ്.
അപ്പൊ എത്ര നാശമായില്ലേ, വെള്ളം എത്ര ദിവസമായി നാശമായിട്ട്. ആണോ? ആ മുക്കി ഇറക്കാൻ പറ്റില്ല. മുക്കി മുക്കി ഇറക്കാനേ പൂച്ചനെ മുക്കി ഇറക്കി. അല്ല പൂച്ചനല്ല, പൂച്ച വീണിട്ടേ പൂച്ച ചത്തുപോയി. അപ്പൊ വെള്ളം കേട് വന്നല്ലോ. അപ്പൊ മുക്കി ഇറക്കുക. ആ മുക്കി ഇറക്കാം. ഇത് മുക്കി ഇറക്കുക. ആ മുക്കി ഇറക്കാം. അതിന് രക്ഷപ്പെടുത്തുക. അല്ല പൂച്ചയെ രക്ഷപ്പെടുത്തല്ല, ആ വെള്ളയെ കംപ്ലീറ്റ് ഒഴിവാക്കി വറ്റിച്ചിട്ട് ഓണാക്കാം. അതിനാണ് മുക്കി ഇറക്കുക. ഉൽക്കുയി. ആ ഉൽക്കുയി ഞാൻ ഉൽക്കുയി. ഏത് മൃഗം ഇതിൽ വീണാലും അത് അന്നേരം കാഷ്ടിക്കും, അതിൽ തൂറും. അപ്പൊ ആ വെള്ളം മുയിമ കേടാകുക. ആ ശരി, വൃത്തികേടാവും. ആകെ മുക്കിയർത്തെങ്കില് മുയിമ. ആ വെള്ളം ആകെ വൃത്തികേടാവും. ആ ഞാനൊരാളെ കണ്ടിട്ടുണ്ട് ഷാറാട്ടിന്റെ നിറമെന്തെന്നു പറയാൻ പറ്റുമോ? വെള്ള വെള്ള എന്റെ കൈ വെള്ള. ശശി എന്റെ അടുത്ത് പുകയുണ്ടാവും. ഇല്ല പുക എടുത്തില്ല, ഞാൻ പുക എടുത്തില്ല. ഞാൻ ചാച്ചിയാണെന്താ അടുപ്പോ എന്താ പുക? സിഗരറ്റ് അങ്ങനെ പറയുള്ളൂ പുക. മോനെ മോമേത്തല പീടിയെ പോയിട്ട് 2 സിഗരറ്റ് മേടിച്ചിട്ട. ആ 3 റുപ്യക്ക് കിട്ടുന്നത് മതി കേട്ടോ, 2 പിന്നെ പോയി പോണ്ട പൈസ. ആ പോണേരേ വൈമിൽ നായി ഉണ്ടാവും, അത് നല്ലോണം നോക്കിയിട്ട് വേണം പോവാൻ. പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. 18 വയസ്സ് തികയാത്ത കുട്ടികളെടുത്ത് സിഗരറ്റ്, ബീഡി, ലഹരി മരുന്നിട്ട് പൈസ കൊടുത്താണ്ടല്ലോ, പ്രായം ഞാൻ നോക്കൂല. അല്ല ഉള്ളത് തുറന്ന് പറയാ. ഞാൻ അത്ര കുളർമിച്ചില്ല. ഇനി കൊളർമിക്ക് എന്താ ഓർത്തില്ല. അല്ല പിന്നെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു? പുക വാങ്ങാൻ പോകുമ്പോ പിന്നെ പൈസ പോയി പോണ്ട. അല്ല പോയി പോണ്ട, നഷ്ടപ്പെട്ടു പോണ്ട, പോയി പോണ്ട, കളഞ്ഞു പോണ്ട. പിന്നെ അതാണ് ഈ കോഴിക്കോട്ടുകാരോട് ഒരു എപ്പോഴും ഒരു കാര്യം. നായാന്ന് കോഴിക്കോട്ടുകാർ പറയില്ല. നായ്ക്കാണ് നായി, പായക്കാണ് പായ്, ശശിക്കാണ് ശശി, പ്ലേറ്റിനാണ് വാസി. അല്ലേ? എനിക്ക് വിശപ്പുണ്ട്, പുഴുക്കടിക്കും. എവിടെ പൈപ്പ്? ഞാനൊരാളെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ നിറമെന്തെന്നു പറയാൻ പറ്റുമോ? അല്ല പുഴുക്കൊക്കെ നല്ല ഉഷാറായില്ലേ? പണിയെടുക്കാന്നുള്ള കണ്ടീഷൻ ആയില്ലേ? ഞാൻ പുഴുക്കാ തിന്നു. എന്തായാലും തിരക്കല്ല, ഉഷാറായിട്ട് കാര്യമില്ല. പണിയിലും കാണണം ഉഷാറ് കേട്ടോ. ആ ഇതാണ് ഞാൻ പറഞ്ഞ കോട്ട. ഇത് വേണ്ട, ഇതാണ് കോട്ട. കോട്ട എന്തോ ഒലക്കമല കോട്ടയാണ്. കോട്ട എന്ന് പറഞ്ഞ ടിപ്പു സുൽത്താനൊക്കെ ഉണ്ടാക്കിയതാ കോട്ട. ടിപ്പുനും പപ്പൂനും ഒന്നല്ല, ഇത് നമ്മളെ കോട്ടാന്ന് പേരിട്ട് നമ്മളെ അമ്പലത്തിന്റെ കാവിന്റെ അതില് ഒരു സംരക്ഷിച്ച് നിർത്തുന്ന ഇവിടെ പൂജയൊക്കെ നടത്തുന്ന ഒരു സംഗതിയാണ്. അമ്പലത്തിനോട് ബന്ധപ്പെട്ട് കോട്ട അതാണ്. പെട്ടെന്ന് നമ്മൾ ആലോചിക്കാൻ പറ്റാ. അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഉള്ളേ എന്തൊക്കെ തരം ജീവികളാണെന്ന് അറിയാം. ഇതിന്റെ അകത്ത് പിന്നെ എർലാടൻ. അതൊരു എന്താ പറയാ, അത് ഈ കോഴിക്കുട്ടീനൊക്കെ പരുന്തിന്റെ ചെറിയ പിന്നെ കുറ്റിച്ചൂള കുറ്റിച്ചൂള എന്ന് പറഞ്ഞാല് ഭയങ്കര ഭീകര ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പക്ഷിയാ, ഒരു കിളിയാ. ആ കിളീനെ രാത്രിയൊക്കെ അതിന്റെ കരച്ചിലുണ്ടാവും. കരച്ചിൽ കേട്ട അപ്പ ചീച്ചി പൂതി പോവും. രാത്രി കേട്ട ചീച്ചി പൂതി പോവും. അതായത് സംഗതി മൂത്രമൊഴിച്ചു. പാതിരക്ക നട്ടപ്പാതിരക്ക ഉണ്ടാകുന്നത്. ചേച്ചി പൂത്തിപ്പോവും. നട്ടപ്പാതിരക്കാണ് ഇതിന്റെ ഈ കരച്ചിലുണ്ടാവുക. അതിന്റെ ഒരു ഐതിഹ്യം എന്താ വെച്ചാല്, അത് ശരിക്കുള്ള പേര് എന്താ, കാലൻകോഴി എന്നൊക്കെ പറയും ചില നാട്ടിലതിനെ. പിന്നെ കോക്കാമ്പൂച്ചുണ്ട്. കോക്കാമ്പൂച്ച, കാരാളം ചാത്തൻ. കോക്കാമ്പൂച്ച എന്ന് പറഞ്ഞാൽ ഈ കോയിനൊക്കെ പിടിക്കുന്ന തരം നാട്ടിലും പുറത്തുള്ള കാട്ടുകളിൽ ഉണ്ടാകുന്ന ഒരു പൂച്ചുണ്ട്. അതിനാണ് നമ്മൾ കോക്കാമ്പൂച്ച അറിയാം. അതും ഇതേമാതിരി ഭീകര ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനം. പിന്നെ കാരാളം ചാത്തൻ. വാലിന്റെ എൻഡിലൊക്കെ 2 ഇതൊക്കെ കത്തിരി കഷ്ണം പോലത്തെ കാരാളം ചാത്തൻ. ശരിക്കുള്ള പേര് ചോദിച്ചാൽ ഞങ്ങളിപ്പോ അങ്ങനെയാ പറയാം. പിന്നെന്താ കാക്കത്തമ്പുരാട്ടിയോ അങ്ങനെ എന്തൊക്കെ കാക്കത്തമ്പുരാട്ടി അങ്ങനെ എന്തൊക്കെ വിചിത്രമായ ജീവികളിലാന്ന് പറയാം അതിന്റെ അകത്ത്. പാറ്റാണ്ട് പാറ്റാനും കണ്ടു.
പിന്നെ എന്തൊക്കെ നല്ല 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 ഞങ്ങൾ ഇതിന്റെ കോട്ടയെ പറ്റി ഇങ്ങനെ വിവരിച്ചു കൊടുക്കാം. ഞങ്ങൾ കോട്ട കണ്ടിട്ട് അല്ല നിങ്ങള് പൊയിലേക്കൊന്നും പോയല്ലേ ഇപ്പൊ പോകണ്ടല്ലോ. അതിന്റെ ചോട്ടില് കൊറേ അടക്ക വീണെടുക്കണ്ടല്ലോ. ആ, അതൊക്കെ കണ്ടോ കൊണ്ടുപോയില്ലേ? അണ്ട കൊണ്ട് പറഞ്ഞെന്താ കോലയോടൊന്നും കിട്ടൂല. കാരണം എന്താ വെച്ചാൽ മുഴുവൻ പാറ്റ അതിന്റെ കൂടെ അല്ലേ പാറ്റ. അങ്ങനെ പാറ്റാൻ ഈമ്പിയിട്ട് മുഴുവൻ ആടിയും പടി ഇട്ട് കളയാ. കൊണ്ടോട്ടല്ല എന്താക്കാനാ ഭയങ്കര പൊയിലുമ്പോളെ പോയില് അത് നമ്മളെ ഈ പറമ്പും അല്ല വയലും അല്ലാതെ നമ്മള് കാണുന്ന സ്ഥലമുണ്ട്. വയല് കഴിക്കൂല, പറമ്പ് കഴിക്കൂല. അപ്പൊ അതിന്റെ ഇടക്ക് വരുന്ന കുറച്ച് സ്ഥലമാണ് അതിന് നമ്മള് പൊയില് എന്ന് പറയുന്നത്. കൈ കൊണ്ട് അടക്ക പറയാം. ആ കൈ കൊണ്ട് ഒക്കെ പഴുത്ത് കൈങ്ങ് അതുണ്ട്. അതിന്റെ മുകളിൽ നിറയെ അടക്കണ്ട്. പക്ഷെ ഒറ്റ ഒന്നും കിട്ടില്ല. പറിക്കാൻ ആളെ കിട്ടൂല. അതിന്റെ മുകളിൽ പാറ്റാൻ വന്ന് രാത്രി ഓലെടുത്ത് അടിച്ച് ചീമ്പിയിട്ട് ഓല അങ്ങ് കൊണ്ടുപോകും. അതാണ് പാറ്റ. ഇതിന്റെ മുകളൊക്കെ ഉണ്ട്. കാണാ പാറ്റ വലിയ രാത്രി ഇങ്ങനെ പറക്കുന്ന സാധനല്ലേ. കുറച്ച് ദൂരത്ത് ഭയങ്കര കുമ്മലെടുക്കുന്നുണ്ടല്ലേ. പൈക്കുണ്ട്. എന്നാ ജി വേമിട്ടോ വേട എന്താ പൈച്ചിട്ട് അങ്ങനെ നിൽക്കണ്ട. കുമ്മല് ഓനെ കൊറേ വെയിലോട്ട് നടന്നു വരിക. അപ്പൊ നല്ലോണം ഇങ്ങനെ ഈ ചൂടുമ്പോ എടുക്കുന്നുണ്ട്. കുമ്മല് അതാണല്ലേ. പിന്നെ വേറൊരു സാധനം പറഞ്ഞല്ലോ, ഈ ബബുവാന്റെ പേരത്തെ പറഞ്ഞു പാറ്റാൻ എന്ത് ചെയ്ത് ഈ അടക്കീമ്പിട്ടേ ഈ പഴുത്ത ഈമ്പ അത് നുണയുക. കോട്ട എന്ന് പറഞ്ഞ ഒലക്കല കോട്ട അടിച്ചു തന്നിട്ടേ ഒന്ന് പിടിക്ക്. അല്ലേ നിങ്ങളെ പണി നോക്കി. അല്ല പള്ളലാക്കി തലമ്പിടല്ലേ അടിച്ചു വിടുക. ഇൻ്റെത് ഞാൻ കഴിഞ്ഞ്. നിങ്ങളെ കാര്യം നോക്കി. പിന്നെ നാളെയും വിളിക്കേണ്ട വിലാസങ്ങൾക്ക് അറിയാലോ. ഷാട്ട്